ഷേം അബോബ്രോ കാദീശോ ഹദാലഹോ ഷാരിറോ അമീൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ ശലോം TV പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്കായി പങ്കുവയ്ക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈജിപ്തിലെ മോർ അന്തോണിയോസിൻ്റെ ഒരു ചിന്തയാണ്. മോർ അന്തോണിയോസ് എന്നുള്ള പിതാവ് സന്യാസ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്: വളരെ കാലം ഉപയോഗിക്കാതിരിക്കുന്ന ചെമ്പ് തകിട്, അതിൽ ശ്രദ്ധക്കുറവ് മൂലം ക്ലാവ് പിടിച്ച് അത് വിരൂപമായിത്തീരുന്നു. അതുപോലെ ജീവിതവിശുദ്ധിയും മാനസാന്തരവും അവഗണിക്കുന്ന അലസമായ ആത്മാവ് വിരൂപമായിത്തീരുന്നു. തൻ്റെ ദുഷ്പ്രവൃത്തികളാൽ ആത്മാവിന് ദൈവത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. ക്ലാവ് പിടിക്കുന്നതിനാൽ ചെമ്പ് നശിച്ചു പോകുന്നത് പോലെ അലസത നിറഞ്ഞ ശരീരത്തിലെ ആത്മാവും വിരൂപമായിത്തീരും. അത് രക്ഷയാർജിക്കാൻ കഴിവില്ലാത്തതായിത്തീരും. പ്രിയപ്പെട്ടവരെ, അലസത എന്ന തിന്മയെക്കുറിച്ചാണ് ഇവിടെ മോർ അന്തോണിയോസ് പറയുന്നത്. നമ്മുടെ ഭൗതിക ജീവിതത്തിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും നമ്മെ തളർത്തിക്കളയുന്ന ഒരു തിന്മയാണ് അലസത. അലസതയെക്കുറിച്ച് മോർ അന്തോണിയോസ് പറയുകയാണ്: വളരെ കാലം ഉപയോഗിക്കാതിരിക്കുന്ന ഒരു ചെമ്പ് തകിട്, നമുക്കറിയാം, ഒരു ചെമ്പ് തകിട് നമ്മളെടുത്ത് വെക്കുകയാണെന്ന് വിചാരിക്കും. അതിനെ ഉപയോഗിക്കാതെ വെറുതെ എടുത്ത് അത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് ക്ലാവ് പിടിക്കും. അതിനൊന്നും ചെയ്യാനില്ല, അത് ക്ലാവ് പിടിച്ച് അത് വിരൂപമായി തീരുകയാണ്. ഇതുപോലെയാണ് അലസമായ ആത്മാവ്. ക്ലാവ് പിടിക്കുന്നത് ചെമ്പ് നശിച്ചു പോകും. ക്ലാവ് പിടിച്ചു കഴിഞ്ഞ് ആ ക്ലാവ് തൂത്തുകളഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യുകയാണ്? ആ ചെമ്പ് നശിച്ചു പോകും. ഇതുപോലെ അലസത നിറഞ്ഞ ശരീരത്തിലെ ആത്മാവ് വിരൂപമായി തീരും. എന്ന് പറഞ്ഞാൽ അലസത എന്ന തിന്മ നീക്കിക്കളയുന്നില്ലെങ്കിൽ ആത്മാവ് നശിച്ചു പോകും. ഇതാണ് മോർ അന്തോണിയോസ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തളർത്തിക്കളയുന്ന, നമ്മൾ ശ്രദ്ധിക്കാത്ത ശ്രദ്ധക്കുറവ് മൂലം അല്ലെങ്കിൽ നമ്മൾ വളരെയൊന്നും പരിഗണന കൊടുക്കാത്ത ഒരു തിന്മയാണ് അലസത. എന്നാൽ ചെറിയ തിന്മ എന്ന് വിചാരിക്കുന്നുവെങ്കിലും അലസത ഒരു വലിയ പാപമായി മാറുമെന്ന് മാത്രമല്ല, നമ്മളിലുള്ള എല്ലാ കൃപകളെയും തകർത്ത് കളയാനും ആത്മാവിനെ നിർജീവമാക്കുവാൻ കഴിയുന്ന ഒരു വലിയ തിന്മയാണ് അലസത എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ പിതാവ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഞാൻ ലെബനോനിലായിരുന്ന സമയത്ത് അവിടെ ഒരു ഏകാന്തവാസിയായ പിതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തൗഫീഖ് എന്നാണ്. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ലെബനോനിൽ വരുമ്പോൾ ഈ തൗഫീഖ് എന്ന ആളുടെ അടുത്തേക്ക് ഞങ്ങൾ പോകുമായിരുന്നു, അദ്ദേഹത്തെ കാണിക്കാനായിട്ട്. കാരണം എനിക്ക് വലിയ ഉത്സാഹമായിരുന്നു. കാരണം ഒരു ഏകാന്തവാസി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇന്നും ഇതുപോലെയുള്ള ഒറ്റയ്ക്ക് താമസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട് എന്നുള്ളത് നമ്മുടെ ഈ നാട്ടിലെ ആളുകളെയൊക്കെ അറിയിക്കുവാൻ എനിക്ക് വളരെ ഉത്സാഹമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തൗഫീഖ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ആലപ്പോ എന്ന് പറയുന്ന സ്ഥലം, സിറിയയിലെ ആലപ്പോയിൽ ജനിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജനിച്ചപ്പോൾ അത് ഒരു മുസ്ലിമായിട്ടാണ് ജനിച്ചത്. എന്നാൽ കുഞ്ഞ് കാലത്ത് തന്നെ അദ്ദേഹത്തിന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവുകയും അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി തീരുകയും, ഇനി ക്രിസ്ത്യാനിയായി തീർന്നെന്ന് മാത്രമല്ല, അത് ക്രിസ്ത്യാനിയായി തീർന്നപ്പോൾ അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ, അതായത് യേശു ക്രിസ്തുവിനെ മാത്രം മതി എന്നുള്ള ഒരു ചിന്തയിൽ ഒരു ശമാശനായി അദ്ദേഹം ഒരു സഭയിൽ, ക്രിസ്തീയ സഭയിൽ ചേരുകയും അങ്ങനെ ലെബനോനിൽ അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തുമായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം എപ്പോഴും ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരിക്കും. എന്തെങ്കിലും അദ്ദേഹം ഒന്നുകിൽ ചെടി വെക്കുകയാണ്, അല്ലെങ്കിൽ കളക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഇതെന്താണ്? അദ്ദേഹം മുഴുവൻ സമയം പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, തീർച്ചയായും നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇരുന്നാൽ നമ്മൾ അലസരായിത്തീരും. അലസത എന്ന് പറയുന്നത് പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു വ്യക്തിയെ ഒരു അലസനാക്കുക എന്നുള്ളതാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. കാരണം പ്രാർത്ഥിക്കേണ്ട ഒരു വ്യക്തി, ആ വ്യക്തിയെ പ്രാർത്ഥനയിൽ നിന്ന് മാറ്റി നിർത്തുക.
അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സുവിശേഷ പ്രഘോഷണം നടത്തേണ്ട ഒരു വ്യക്തിയെ സുവിശേഷ പ്രഘോഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ഇത് പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾ രക്ഷ പ്രാപിക്കും. പിശാച് ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, അവരെ ദൈവവചനം വായിക്കുമ്പോൾ ഇതാ ദൈവകൃപ നമ്മിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും, ദൈവവചനം വായിക്കാതിരിക്കാനായിട്ട് നമ്മളെ അതിൽ നിന്ന് മാറ്റണം. ആത്മീയ കാര്യങ്ങളിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുക എന്നുള്ള പിശാചിൻ്റെ തന്ത്രത്തിൽ വീണു പോകുന്നവരാണ് അലസതയിലേക്ക് വീഴുന്നത്. അതിനെക്കുറിച്ച് സദൃശ്യവാക്യങ്ങൾ അല്ലെങ്കിൽ സുഭാഷിതം 6-ാം അധ്യായത്തിൽ സലോമോൻ ഇങ്ങനെ പറയുകയാണ്. സോളമൻ 6-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ്: മടിയനായ മനുഷ്യ, എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകിക. നമ്മൾ ഉറുമ്പുകളെയൊക്കെ കണ്ടിട്ടില്ലേ? മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ, അതിന് ഉറുമ്പിനെ നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല. എന്നിട്ടും അത് വേനൽക്കാലത്ത് കലവറ ഒരുക്കി കൊയ്ത്ത് കാലത്ത് ഭക്ഷണം ശേഖരിച്ച് വയ്ക്കുന്നു. മടിയ, നീ എത്ര നാൾ നിശ്ചേഷ്ടനായിരിക്കും? നീ എത്ര നാളാണ് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത്? നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്? നിങ്ങളിപ്പോൾ ഉറക്കത്തിലാണ്, ആത്മീയ ഉറക്കത്തിൽ. ഈ ആത്മീയമായ ഉറക്കത്തിൽ നിന്ന് എന്നാണ് ഇനിയൊന്ന് ഉണരുന്നത്? കൊറോണ വന്നുകൊണ്ടാണ് ഉറങ്ങുന്നത്? കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എപ്പോഴാണ് ഉണരുന്നത്? കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിൻ്റെ മുൻപിൽ എത്തും. ഇതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി ഉറങ്ങാം, കുറച്ച് നേരം കൂടി മയങ്ങാം. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അധികം താമസിയാതെ ആത്മീയ സമ്പത്തെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. നീ ഇതാ കൃപയില്ലാത്തൊരു വ്യക്തിയായി മാറും. ഇതാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മോർ അന്തോണിയോസ് അതുകൊണ്ട് നമുക്ക് വാണിംഗ് തരികയാണ്. മോർ അന്തോണിയോസ് പറയുകയാണ്, ഒരു ചെമ്പ് തകിട് എങ്ങനെയാണോ അതിൻ്റെ അശ്രദ്ധ മൂലം ക്ലാവ് പിടിച്ചു പോകുന്നത് പോലെ, ഇതുപോലെ അലസമായ ഒരാത്മാവ് ഇതാ ആത്മാവിനെ ക്ലാവ് പിടിപ്പിക്കുന്നു. ഇനിയും ആത്മാവിൻ്റെ ക്ലാവ് മാറ്റണമെങ്കിൽ അലസത നമ്മിൽ നിന്ന് മാറുവാൻ, അല്ലെങ്കിൽ അലസത നമ്മിൽ നിന്ന് നീക്കുവാൻ നാം പരിശ്രമിക്കേണ്ടിയിരിക്കും. പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു പരിശ്രമം ആവശ്യമുണ്ട്. ആ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ അലസതയെ കീഴടക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം അലസതയിൽ നിന്ന് ദുഷ്പ്രവൃത്തികളാണ് ഉണ്ടാകുന്നത്. അതാണ് അന്തോണിയോസ് പറയുന്നത്. അലസമായ ആത്മാവ് എന്ത് ചെയ്യുന്നറിയാവോ? തൻ്റെ ദുഷ്പ്രവൃത്തികളാൽ ദൈവത്തിൻ്റെ സംരക്ഷണം നഷ്ടമാക്കി കളയുന്നു. അലസമായ ആത്മാവ് പിശാചിൻ്റെ പടിപ്പുരയാണ് എന്നൊരു പറച്ചിലുണ്ട്. അതായത് ഇങ്ങനെയാണ്, അലസമായ ആത്മാവ് അലസമായ മനസ്സ് പിശാചിൻ്റെ പടിപ്പുരയാണ്. കാരണം അലസമായ മനസ്സ് അതിങ്ങനെ നടക്കുകയാണ്. അതും പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഊടാടി നടക്കും അലസമായ മനസ്സ്. അതിന് ദൈവചിന്തയില്ല. അത് പിശാചാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യനെ അലസതയിലേക്ക് നയിക്കുന്നത് പിശാചാണ്. അലസമായ ആത്മാവ് പിശാചിൻ്റെ കയ്യിലകപ്പെടും എന്ന് മാത്രമല്ല മറ്റ് പാപങ്ങളിലേക്ക് വീഴും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ, പ്രത്യേകിച്ച് മഹാമാരിയുടെ കാലഘട്ടത്തിൽ അനേകം പേർ വീട്ടിലിരിക്കുകയാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ചിലരൊക്കെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് പോകുന്നവരുണ്ട്. ചിലർ ജോലിയില്ലാതെ വീട്ടിലായിരിക്കുന്ന അവസ്ഥയിലുള്ളവരുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകളുള്ളവരുണ്ട്, ഇല്ലാത്ത സമയമുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, അലസതയുടെ ആത്മാവ് അവിടേക്ക് വരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതെല്ലാവരെയും പിടിക്കും. ആത്മായനെന്നോ അല്ലെങ്കിൽ ആത്മീയനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വ്യക്തികളെയും ഈ കാലഘട്ടത്തിൽ കാർന്നു തിന്നുന്ന ഈ പാപത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാർ ആയിരിക്കണം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ സിറാക്കിൻ്റെ പുസ്തകം 22-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ, ചെളിയിൽ പൂണ്ട കല്ല് പോലെയാണ് അലസൻ, അവൻ്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. ചെളിയിൽ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അത് നിന്ദ്യമായി മാറുകയാണ്. എന്നിട്ട് പറയണം, അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കൂനയിലെ ചേറിന് തുല്യമാണ്. ചാണകക്കൂനയിൽ എങ്ങനെയാണ് ചേറ് കിടക്കുന്നത്? യാതൊരു ശുചിത്വവുമില്ലാതെ. കാരണം അതിനെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ കൈ കുടങ്ങി കളയും. അതിനെ അറിയാതെ തൊട്ട് കഴിഞ്ഞാൽ പോലും എന്ന് പറഞ്ഞ് കൈ കുടങ്ങി കളയുന്ന അവസ്ഥ. ഇങ്ങനെയാണ് ഒരലസനെ മറ്റുള്ളവർ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവ് ക്ലാവ് പിടിക്കുവാൻ ഇടയാക്കുന്ന അലസത എന്ന പുണ്യത്തിനെതിരെ നമ്മൾ ജാഗരൂകതയോടെ തന്നെ ഇരിക്കണം. കാരണം നമ്മൾ സാധാരണ ചിലർ പറയുന്നത്, ആത്മീയ ജീവിതത്തിലുള്ള ചിലർ പറയുന്നതാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല. എന്താണ്? നമ്മുടെ ഭാഗത്തു നിന്ന് ഒരല്പം പരിശ്രമം പോലും ഇല്ലാതെ നമ്മൾ പറയുകയാണ്. ഒരു പക്ഷേ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും.
അത് ഒരു പക്ഷേ ദൈവം അനുവദിച്ചിട്ട് അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. കാരണം ദൈവം അവരെ പഠിപ്പിക്കുകയാണ്, കർത്താവിനെ കൂടാതെ നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന്. എങ്കിലും മറ്റു ചിലരിങ്ങനെയാണ്, അവരലസതയിലാണ്. അലസതയിലിരുന്നിട്ട് അവർ പറയുകയാണ്, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ബൈബിൾ വായിക്കാൻ സാധിക്കുന്നില്ല. അത് മറ്റൊരവസ്ഥയാണ്. അങ്ങനെ അലസതയിലാണ് നമ്മൾ വീഴുന്നതെങ്കിൽ ഓർത്തുകൊള്ളുക, നമ്മൾ നാശത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. ആത്മീയമായ തകർച്ചയിലേക്ക് നമ്മൾ വീഴുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് പരിശ്രമം എന്ന ആ പുണ്യം, അല്ലെങ്കിൽ സ്ഥിരോത്സാഹം എന്നുള്ള ആ പുണ്യം, ഈ സ്ഥിരോത്സാഹത്തോടെ നമ്മൾ വർത്തിക്കണമെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്. 2 തെസ്സലോനിക്ക 3-ാം അധ്യായം 6 മുതലുള്ള തിരുവചനം. അവിടെ പൗലോസ്ലീഹ ഈ അലസതയെ ശാസിക്കുന്ന ഒരു വചനമുണ്ട്. പൗലോസ്ലീഹ പറയാണ്, അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അലസതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം എന്ന് തന്നെയാണ് പൗലോസ്ലീഹ പറയുകയാണ്. അത് പറയുകയാണ്, സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. വെറുതെ പറയുകയല്ല പൗലോസ്ലീഹ, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹായും കൂടെയുള്ള അപ്പോസ്തലന്മാരും ഒന്നും അലസതയിലല്ല, അവരെല്ലാ നിമിഷവും അധ്വാനിക്കുന്നവരാണ്, എന്നാൽ സ്ഥിരോത്സാഹത്തോടെ ജീവിക്കുന്നവരാണ്, പരിശ്രമം അവരിലുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുകയാണ്, എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ജീവിച്ചതാണ്. അങ്ങനെ നിങ്ങളുടെ കൂടെ ജീവിച്ച സമയത്തൊന്നും ഞങ്ങൾ അലസതയിലല്ല ജീവിച്ചത്. എന്നിട്ട് പറയുകയാണ്, ആരിൽ നിന്ന് ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ ആരിൽ നിന്ന് സൗജന്യമായിട്ടൊന്നും മേടിച്ചിട്ടില്ല. ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ട് കഠിന അധ്വാനം ചെയ്തു. അലസനായ വ്യക്തി മറ്റുള്ളവർക്ക് ഭാരമാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടവരാണ്. അധ്വാനിക്കാൻ കഴിവുണ്ടായിട്ടും നമ്മൾ അധ്വാനിക്കാതെ ഇരുന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമാണ്. അതാണ് ദൈവവചനം പറയുന്നത്. പൗലോസ്ലീഹ പറയുകയാണ്, അതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവർക്ക് ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാവും പകലും കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു. ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല, അനുകരണ അർഹമായൊരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഞങ്ങൾ ഇത് ചെയ്തത്. ഞങ്ങളിങ്ങനെ ചെയ്തത് എന്താണെന്നറിയാമോ? അനുകരണാർഹമായ ഒരു മാതൃക നിങ്ങൾക്ക് നൽകുക. ഇതാണ് ഞങ്ങളുടെ മാതൃക. നിങ്ങൾ കണ്ടുപിടിക്കും, ഞങ്ങളെങ്ങനെയാണ് അധ്വാനിച്ചത് എന്ന് നിങ്ങൾ അറിയണം. ഞങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിച്ച വ്യക്തികളാണ്, ഞങ്ങൾ അലസതയിൽ ജീവിച്ച ആളുകളല്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ, അലസതയിൽ ജീവിക്കുന്ന വ്യക്തി കഴിക്കാതിരിക്കട്ടെ. ഇതാണ് പൗലോസ്ലീഹ അവസാനം പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു. പൗലോസ്ലീഹ പറയണം, എല്ലാ കാര്യങ്ങളും അവർ ഇടപെടുന്നുണ്ട്, എന്നാൽ അവരൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അലസരായി കഴിയുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു, അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. അവർ ശാന്തരായി ജീവിക്കണം, അധ്വാനിക്കണം. അധ്വാനിക്കാതെ അവർ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പൗലോസ്ലീഹ പറയുന്നത്. എന്നിട്ട് പറയുകയാണ് പൗലോസ്ലീഹ, സഹോദരരെ, നന്മ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ നിരുത്സാഹരാകരുത്. നിങ്ങൾ നന്മ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കാനാണ് നിങ്ങൾക്ക് കൃപ ലഭിച്ചതെങ്കിൽ പ്രാർത്ഥിക്കണം. ദൈവവചനം വായിക്കാനാണ് കൃപ ലഭിച്ചതെങ്കിൽ ദൈവവചനം വായിക്കണം. നിങ്ങൾ സുവിശേഷ പ്രഘോഷണം ചെയ്യാനാണ് നിങ്ങൾ കൃപ കിട്ടിയെങ്കിൽ സുവിശേഷ പ്രഘോഷണം നിങ്ങൾ ചെയ്യണം. അല്ലാതെ നിങ്ങൾ അലസതയിൽ ജീവിക്കരുത് എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അലസമായ ജീവിതം നമുക്ക് നയിക്കേണ്ടി വന്നു എങ്കിൽ, അല്ലെങ്കിൽ മടി പിടിച്ച് നമ്മൾ ഇരുന്നിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത് നല്ലതാണ്. കാരണം മടിയനായ മനുഷ്യന്മാർ, അവർ പലപ്പോഴും യാതൊരു പരിശ്രമവുമില്ലാതെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവർത്തിച്ചോളുമല്ലോ, പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിച്ചോളുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അലസതയിൽ ജീവിക്കരുത്. ഇത് രണ്ടാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് തീർച്ചയായും അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവർത്തിച്ചോട്ടെ, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അലസമായി ജീവിക്കുകയാണ്,
ഞാൻ ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിക്കാതെ, ദൈവസന്നിധിയിൽ ഞാൻ ജീവിക്കാതെ അലസതയിലാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് മറ്റു പാപങ്ങളിലേക്ക് നയിക്കും. കാരണം നമുക്കറിയാം ദാവീദ് രാജാവിൻ്റെ അവസ്ഥ. ദാവീദ് രാജാവിൻ്റെ അവസ്ഥ നമ്മൾക്കറിയാം. അദ്ദേഹം ബത്ശേബയുമായുള്ള പാപത്തിലേക്ക് വീഴാനുള്ള അവസ്ഥയെക്കുറിച്ച് വചനം പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ എല്ലാ രാജാക്കന്മാരും യുദ്ധം ചെയ്യാൻ പോയിരിക്കുകയാണ്. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, യുദ്ധം ചെയ്യുക. അത് രാജാവിൻ്റെ പ്രവൃത്തിയാണത്, രാജാവിൻ്റെ ജോലിയാണത്, തൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നമ്മൾ അകന്നു പോവുകയാണെങ്കിൽ ദാവീദിന് പറ്റിയതുപോലെ നമുക്ക് പറ്റാൻ സാധ്യതയുണ്ട്. ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അവൻ അലസമായി എഴുന്നേറ്റു. ഇനി എഴുന്നേറ്റിട്ട് അദ്ദേഹം ഇങ്ങനെ മട്ടുപ്പാവിലൂടെ ഇങ്ങനെ ഉലാത്തുകയാണ്. അപ്പോൾ അലസമായി നമ്മളൊരു കാര്യം ചെയ്തതാണ്. അപ്പോൾ അലസതയിൽ നിന്ന് ഒരു അലസതയിൽ നിന്ന് ഉളവാകുന്ന ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ്? അവനൊരു സ്ത്രീയെ നോക്കുകയാണ്. ഒരു സ്ത്രീ കുളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോഴെന്താണ്? നമ്മൾ വിജിലൻ്റ് ആണെങ്കിൽ പാപത്തിൽ നിന്ന് പിന്തിരിയുവാൻ നമ്മൾ ശ്രമിക്കും. വീഴും മുമ്പ് നമ്മൾ വിനീതരാകും. പാപം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പിന്തിരിയും. അതാണ് നമ്മളുടെ ഹൃദയത്തിൽ ആ തീഷ്ണതയുണ്ടെങ്കിൽ. തീഷ്ണതയില്ല, അപ്പം തീഷ്ണതയില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ജ്വലനം നമ്മളില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? ദാവീദ് ചെയ്ത പോലെ പാപത്തിൻ്റെ പരമ്പര തന്നെ അതിൽ നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ തുടക്കം അലസതയാണ്. അപ്പോൾ അലസത എന്ന പാപം ദാവീദിനെ മറ്റു പാപങ്ങളിലേക്ക് നയിച്ചുവെങ്കിൽ ആത്മാവിലുള്ള മാന്ദ്യം, ആത്മാവിലുള്ള മന്ദത എന്ന് നമുക്ക് പറയാം. നിങ്ങളുടെ മുന്നിലും വരുന്ന മന്ദത, തീഷ്ണതയില്ലാത്ത അവസ്ഥ. പൗലോസ്ലീഹ പറയുകയാണ്, റോമാലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനം, തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ, അലസത കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കും. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹയുടെ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയട്ടെ. പലപ്പോഴും അലസമാകുന്ന അവസ്ഥ നമുക്കുണ്ട്. പ്രത്യേകിച്ച് രോഗത്തിൻ്റെ അവസ്ഥ, ഈ മഹാമാരിയുടെ അവസ്ഥ, പലപ്പോഴും മന്ദത. നമുക്ക് പല കാര്യങ്ങളിലും മന്ദത, അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചില വ്യക്തികൾ എല്ലാ കാര്യങ്ങളിലും അലസതയാണ്. അതങ്ങ് നടക്കുകയാണ്. ഈ ലോകം അങ്ങനെ അലസമായി പോകുന്ന പോലെ, ഈ ലോകം മുഴുവനിലുള്ള വ്യക്തികൾ അലസം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മിലേക്കും ആ അലസത വന്നു പിടിക്കുന്നത്. ഈ അലസതയുടെ ഒരു പ്രത്യേകത അത് പടർന്നു പിടിക്കുന്നതാണ്. അതായത് ഒരാൾ ജോലി ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് അത് കാണുമ്പോൾ ആ ജോലി ചെയ്യാനായിട്ട് തോന്നും. എന്നാൽ ഒരാൾ അലസനായിട്ടിരിക്കുമ്പോൾ കാണുന്ന വ്യക്തിക്ക് എന്ത് തോന്നും? ഞാനും അലസനായിട്ടിരുന്നാൽ. അതുകൊണ്ട് മാതൃകയാണ് നമ്മൾ അലസത നമ്മിലുണ്ടെങ്കിൽ നമ്മൾ ദുർമാതൃക നൽകുന്നു എന്നുള്ള ബോധ്യം നമ്മിലേക്ക് വരട്ടെ. അപ്പോൾ ഇതിങ്ങനെ ദാവീദ് അലസനയിൽ നിന്ന് പാപത്തിൽ വീണുപോയി എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും എൻ്റെയും ആത്മീയമായ മന്ദത, തീഷ്ണതയുടെ അഭാവം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യേണ്ട എന്ന് നമ്മൾ വിചാരിക്കുന്ന അവസ്ഥ, ഇതാ നമ്മെ ക്രമേണ ചെറുതായി നമ്മളെ പാപത്തിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ പറഞ്ഞ വചനം, തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കണം എന്നുള്ള വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. അപ്പോൾ അന്തോണിയോസ് പറഞ്ഞ ഇതാണ്, ക്ലാവ് പിടിക്കുന്നത് പോലെ, അതായത് ഒരു ചെമ്പ് അതിൻ്റെ യാതൊരു പ്രവൃത്തികളും ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ആരും അത് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് അത് അറിയാതെ ക്ലാവ് പിടിച്ചിട്ട് അത് വിരൂപമായി തീരുകയാണ്. നിങ്ങളുടെ എൻ്റെ ആത്മാവ് സുന്ദരമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ക്ലാവ് പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ആത്മാവ് വിരൂപമായി തീരുകയാണ്. അപ്പോൾ നമ്മുടെ അലസതകളെക്കുറിച്ച് നമുക്ക് പശ്ചാത്തലം. വീണ്ടും സുഭാഷിതങ്ങൾ അല്ലെങ്കിൽ പ്രോവേർബ്സിൻ്റെ പുസ്തകം 19-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്, അലസത ഒരുവനെ ഗാഢനിദ്രയിലാഴ്ത്തുന്നു, മടിയന് പട്ടിണി കിടക്കേണ്ടി വരും. ഒരു മനുഷ്യൻ മടിയനായിട്ടിരുന്നു കഴിഞ്ഞാൽ ദൈവവചനം പറയുകയാണ്, അവന് പട്ടിണി കിടക്കേണ്ടി വരും. വീണ്ടും വചനം പറയുകയാണ്, സുഭാഷിതങ്ങളുടെ പുസ്തകം അല്ലെങ്കിൽ പ്രോവേർബ്സിൻ്റെ പുസ്തകം 13-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ, എത്ര ആഗ്രഹിച്ചാലും അലസനൊന്നും കിട്ടുകയില്ല, സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. ഇപ്പോൾ ഒരാളിങ്ങനെ ആഗ്രഹിക്കുകയാണ്, നമുക്ക് പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചോ? പരിശുദ്ധാത്മാവിനെ തന്നെ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അവൻ അലസനാണെങ്കിൽ ആത്മാവ് മന്ദതയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഏലിയ പ്രവാചകനെക്കുറിച്ചൊക്കെ പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി
അതീവ തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഏലിയ പ്രവാചകൻ്റെ വചനമാണത്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 10-ാം തിരുവചനവും 12-ാം തിരുവചനത്തിലൊക്കെ പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. എന്നാൽ സ്ഥിരോത്സാഹിക്കാണ് സമർത്ഥമായി കിട്ടുന്നത്, അലസനൊന്നും കിട്ടുകയില്ല. വീണ്ടും പ്രോവേബ്സിൻ്റെ പുസ്തകം 12-ാം അധ്യായം 27-ാം തിരുവചനം, അലസന് തൻ്റെ ഇരയെ പിടികിട്ടുകയില്ല, സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ സ്ഥിരോത്സാഹം എന്നുള്ള പുണ്യം നമ്മിൽ വന്നു നിറയുവാനും അലസത എന്ന പാപം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുവാനും ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ കർത്താവേ, മഹാനായ മോർ അന്തോണിയോസ്, മരുഭൂമിയിലെ പിതാവായിരുന്ന, സന്യാസ പ്രസ്ഥാനത്തിൻ്റെ പിതാവായിരുന്ന മോർ അന്തോണിയോസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഉപദേശം ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് മാർഗദർശനമായി തീർക്കണമേ. ചെമ്പിൽ ഉപയോഗിക്കാതിരുന്നാൽ ക്ലാവ് പിടിക്കുന്നത് പോലെ അലസമായ ആത്മാവും വിരൂപമായി തീരുന്നു എന്നുള്ള ആ ഉപദേശം അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ആത്മീയമായ ഉണർവ് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ആത്മാവിലേക്ക് തീഷ്ണത, ഞങ്ങളെ എല്ലാ ആത്മീയ മന്ദതകളും നീക്കി തീഷ്ണത എന്നുള്ള പുണ്യം ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാപം ചെയ്യാതിരിക്കുവാനുള്ള കൃപ, അതിനുവേണ്ടിയുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമല്ലോ ദൈവമേ. അവിടുത്തെ കൃപയാണ് ഞങ്ങളെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതെങ്കിലും അതിനുവേണ്ടിയുള്ള ഒരു ആഗ്രഹം, പാപം ചെയ്യാതിരിക്കാനുള്ള ആഗ്രഹവും പുണ്യം ചെയ്യുവാനുള്ള തീഷ്ണതയും ഞങ്ങളുടെ ആത്മാക്കളിലേക്ക് നിവേശിപ്പിച്ച് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവായ കന്യാമറിയം അമ്മയുടെയും സകല പരിശുദ്ധന്മാരെ ശുദ്ധിമതികളുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.